ഹായ് ഫ്രണ്ട്സ്, ഇതൊരു സ്മാർട്ട് വാച്ചിൻ്റെ ചാർജിങ് കേബിളാണ്. ഇതിൻ്റെ ഈ പിൻ സൈഡിൽ 4 ലെഗുകളാണുള്ളത് ചാർജിങ്ങിന് വേണ്ടി. അതിനകത്ത് ഒരു ലെഗ് കേടായി പോയിട്ടുണ്ട്. ഈ ഒരെണ്ണമാണ് കേടായി പോയിരുന്നത്. ഇത് ഞാനിപ്പോൾ ശരിയാക്കി എടുത്തിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ശരിയാക്കി എടുത്തതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ പിന്നിൽ ഈ കാണുന്നതും മാഗ്നറ്റാണ്, വാച്ചിൽ അത് പിടിച്ചു നിൽക്കാനായിട്ട്. ബാക്കി ഇവിടെ 4 ലെഗുകളുണ്ട്. അത് കോപ്പർ ടൈപ്പ് ലെഗുകളാണ്. സ്പ്രിങ് ആക്ഷനുള്ള, താഴത്തേക്ക് പ്രസ് ചെയ്യുമ്പോൾ ഒരു ആക്ഷനുള്ള പിന്നുകളാണ്. അതിനകത്ത് ഈ 4ാമത്തെ പിന്നാണ് നമുക്ക് കേടായി പോയത്. അതിൻ്റെ സ്പ്രിങ് ആക്ഷൻ പോയി. അപ്പോൾ വാച്ചിലേക്ക് ഒന്നും മുട്ടുന്നില്ല. അപ്പോൾ നമുക്ക് ചാർജിങ് നടക്കണമെന്നില്ല. അപ്പോൾ നമ്മൾ ചെയ്തതെന്നാന്ന് വെച്ചാൽ, ഈ കേടായ പിന്നിൻ്റെ ഇടതുവശവും വലതുവശമായിട്ട് കുറച്ച് ഡെപ്തിൽ, ഇവിടെ സ്റ്റെപ്പ് ഉണ്ടല്ലോ, ഈ സ്റ്റെപ്പിൽ ഇത്ര ഭാഗത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് താഴെ വരെ, ഇച്ചിരി മിനി ഹാക്സ് ആയിരിക്കണം, അപ്പോൾ ഇച്ചിരി വീതി കുറവ് കിട്ടുമല്ലോ. അപ്പോൾ അത്ര ഭാഗം കട്ട് ചെയ്തിട്ട് അത്ര ഭാഗത്തെ പ്ലാസ്റ്റിക് മെറ്റീരിയൽ എടുത്ത് കളഞ്ഞു. എന്നിട്ട് ആ കോപ്പർ ലെഗ് ക്ലീനാക്കി എടുത്ത് അതിനകത്ത് നേരെ കുത്തനെ ഒരു കോപ്പർ കമ്പി, അല്ലെങ്കിൽ നമ്മുടെ ഡയോഡിൻ്റെയൊക്കെ കാല് മതി, അതിങ്ങനെ കുത്തി നിർത്തിയിട്ട് അതിൻ്റെ ചുവട് ഭാഗത്ത് സോൾഡർ ചെയ്തതിന് ശേഷം ഈ പിന്നുകൾ ഉയർന്നിരിക്കുന്നതിനേക്കാളും പൊട്ടിക്ക് താഴെയായിട്ട് ഈ പിന്ന് വരാൻ പാകത്തിന് അത് കട്ട് ചെയ്ത് ക്ലിയറായിട്ട് ഫയൽ ചെയ്തെടുത്തു. അപ്പോൾ ഈ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഇതിനേക്കാളും പൊട്ടിക്ക് താഴെയായിരിക്കും. അപ്പോൾ ഈ മാഗ്നറ്റ് പൂർണ്ണമായിട്ട് വാച്ചിൽ മുട്ടി നിൽക്കും. ഇത് പൂർണ്ണമായിട്ട് മുട്ടിയില്ലെങ്കിലും ഈ പിന്ന് അവിടെ മുട്ടുന്നതുകൊണ്ട് നമുക്ക് ചാർജിങ് നടക്കും. ഇത് ഇതിൽ കറക്റ്റായിട്ട് വാച്ചിൽ പിടിച്ചിരിക്കുകയും ചെയ്യും. ഇത് മുട്ടാതിരിക്കുന്നത് ഈ പിന്നെ ആക്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് ഈ സ്മാർട്ട് വാച്ചിൻ്റെ പിന്നുകൾ ശരിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഉപകാരപ്രദമായ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ.